ചാലക്കുടിയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ തവണ 1.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം നേടിയ സിറ്റിംഗ് എം പി ബെന്നി ബെഹനാൻ തന്നെ ഇത്തവണ UDF സ്ഥാനാർത്ഥിയാകുമ്പോൾ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ മുൻ മന്ത്രിയെ തന്നെ ഇടതുപക്ഷം ഇറക്കിയിരിക്കുന്നു. BDJSന്റെ കെ ഉണ്ണികൃഷ്ണനാണ് NDAയുടെ സ്ഥാനാർത്ഥി. വ്യക്തിപരമായിട്ട് എനിക്ക് എന്റെ സ്വന്തം മണ്ഡലമാണ്. അപ്പൊ ഞാൻ എറണാകുളം തൃശ്ശൂരും ജില്ലയുടെ 2 ജില്ലകളുടെയും മണ്ഡലങ്ങൾ, എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളും തൃശ്ശൂർ ജില്ലയുടെ 3 മണ്ഡലങ്ങൾ, അതിൽ കൊടുങ്ങല്ലൂരും കൈപ്പമംഗലവും ചാലക്കുടിയും ഉൾപ്പെടുന്നതാണ്. ചാലക്കുടി മണ്ഡലം ഇവിടെ എറണാകുളം ജില്ല പെരുമ്പാവൂര് ഈ 3 ത്രികോണ മത്സരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ ത്രികോണ മത്സരം എന്തായാലും നടക്കുന്നില്ല. പക്ഷേ ഈ മറ്റ് സ്ഥാനാർത്ഥികളുടെ ഒരു സാമീപ്യം അത് മിക്കവാറും UDFനും LDFനും ആർക്ക് ദോഷം ചെയ്യും, ആർക്ക് ഗുണമാകും. പെരുമ്പാവൂരും കുന്നത്തുനാടൊക്കെ 2020 പിടിക്കുന്ന വോട്ടുകൾ അത് ഏത് തരത്തിലേക്കായിരിക്കും എന്നൊക്കെ നോക്കുന്ന ഒരു സമയം കൂടിയാണ്. അതേതായാലും ബെന്നി ബെഹനാന് തുടക്കത്തിൽ വലിയ പ്രശ്നമുണ്ടായ ഒരു മണ്ഡലമല്ല ഇത്. കാരണം 2014 ഇന്നസെന്റിനോട് വലിയ പരാജയമേറ്റു. അത് കഴിഞ്ഞ് 2019 അത് തിരിച്ച് ആ കണക്ക് വീട്ടി. പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 2014 PC ചാക്കോയും ഇന്നസെന്റും നേർക്കുനേർ മത്സരിച്ച ഒരു സാഹചര്യം അല്ലായിരുന്നു 2019. ബെന്നി ബെഹനാൻ വന്നതോടുകൂടി വളരെ എളുപ്പമായി UDFന് കാര്യങ്ങൾ. അത് മാത്രമല്ല UDFന്റെ ഒരു മണ്ഡലം എന്നുള്ള ഒരു പ്രതീതി ചാലക്കുടിക്കുണ്ട്. അത് പക്ഷേ 2014 ഇങ്ങനെ ആ ഒരു അസാധാരണ ഫൈറ്റ് ആയിപ്പോയി. കാരണം PC ചാക്കോയും ഇന്നസെന്റും, PC ചാക്കോ അവസാനം തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുന്നു. അങ്ങനെ ചാലക്കുടിയും തൃശ്ശൂരും UDFന് നഷ്ടമാകുന്ന ഒരു അവസരം, അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. 10-14 ദിവസമായിരുന്നു അന്ന്. പിന്നെ സ്ഥാനാർത്ഥി ഇല്ലാതെ പ്രചാരണം നടത്തി, എന്നിട്ട് കിട്ടിയ ഭൂരിപക്ഷമാണ് അത്. പക്ഷേ UDFനെ പോലും ഞെട്ടിച്ചിട്ടുണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രാപ്യനാണ് ബെന്നി. 2014 ഇന്നസെന്റിന് കിട്ടിയ വോട്ടുകൾ അത് കുറയുകയും ചെയ്തിട്ടുണ്ട്. 2019 തോൽക്കുക മാത്രമല്ല, 2014 കിട്ടിയ വോട്ടിനേക്കാൾ കുറവാണ് LDFന് 2019 ചാലക്കുടിയിൽ കിട്ടിയത് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. അത്രയ്ക്ക് വലിയൊരു വിജയമാണ് ബെന്നി ബെഹനാൻ 2019 സ്വന്തമാക്കിയത്. 1,32,000 വോട്ടുകളുടെ ഭൂരിപക്ഷം അന്ന് ബെന്നി ബെഹനാന് കിട്ടിയിരുന്നു. ഇത്തവണ സി രവീന്ദ്രനാഥ് ആവുമ്പോൾ ഒരു വ്യക്തിപ്രഭാവം ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം ഇടതിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് കൊടുങ്ങല്ലൂരാണെങ്കിലും കൈപ്പമംഗലം ആണെങ്കിലും ഒക്കെ. അതൊക്കെ ആ ഒരു പ്രതീക്ഷയൊക്കെ ഇടത്. പക്ഷേ ഇപ്പോഴത്തെ ആലുവയും അങ്കമാലിയും കുന്നത്തുനാടും അതുപോലെ തന്നെ പെരുമ്പാവൂരും ഇവിടെ UDFന് നല്ല മേൽക്കൈ കിട്ടുന്ന മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് ആലുവയും അങ്കമാലിയും നല്ല ഭൂരിപക്ഷം UDFന് നേടിക്കൊടുക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ അവിടെ ഇപ്പോൾ വല്ലാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അവിടെ 2020 മത്സരിക്കുകയാണ്. ചാർലി പോൾ മത്സരിക്കാൻ എത്തിയതോടുകൂടി കുന്നത്തുനാട് അത് കത്തോലിക്ക സഭയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് ചാർലി പോൾ. അത് മാത്രമല്ല അദ്ദേഹം ഈ മദ്യവിരുദ്ധ സമിതിയുടെ രക്ഷാധികാരിയും ഒക്കെ ആയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ സഭയുടെ വോട്ടുകൾ 2020 പോകും എന്നുള്ള കാര്യത്തിൽ അതാണ് UDFനെ പ്രധാനമായും അലട്ടുന്ന. 2019 BJP ആദർശൻ കൂടുതൽ വോട്ട് പിടിച്ച സ്ഥലമാണ്. പക്ഷെ ഇത്തവണ BDJSന്റെയാണ് കെ ഉണ്ണികൃഷ്ണൻ. അത് ഒരു പക്ഷേ BJPക്ക് വോട്ട് അത്ര കിട്ടുമോ എന്നുള്ള ഇത്തവണ NDAക്ക് ചാലക്കുടിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ കുറയുവാനാണ് സാധ്യത എന്നുള്ളതാണ്. എന്തായാലും